എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സ്വപ്ന. ഞാനിന്ന് പറയാമെന്ന് വിചാരിച്ച കാര്യം, UK വന്നിട്ട് ഞങ്ങൾക്ക് നല്ല ബെറ്റർ ലൈഫ് കിട്ടിയോ, അതോ നേരത്തെ സൗദിയിലായിരുന്നപ്പോഴായിരുന്നോ നല്ലത് എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതിനൊരു റിപ്ലൈ എന്നാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ സൗദിയിൽ നിന്ന് വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അയ്യോ, എങ്ങനെയാണ് അവിടെ നിന്ന് മാറുന്നത്. പക്ഷേ എൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സൗദിയിലായിരുന്നപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പൈസയൊന്നും സേവ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം ഹസ്ബൻഡിൻ്റെ ജോലി ഒരു കൃത്യമായ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്. അപ്പം ഭയങ്കര ചൈൽഡ് കെയർ ഇഷ്യൂ അതുപോലുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് എൻ്റെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള 5 days ജോലിയായിരുന്നു. ഞാനവിടെ OPDയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് ശേഷമാണ് പുള്ളി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ലെവി അടയ്ക്കണമായിരുന്നു. ലെവി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടാക്സ്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് പൈസ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പിള്ളേരെ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത് കാരണം ഞങ്ങൾ അവരെ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തിയിരുന്നു. പക്ഷേ പെട്ടെന്നൊരു പ്ലാൻ വന്നു, ഇങ്ങോട്ട് വരാമെന്നുള്ളത്. അങ്ങനെ OET എഴുതി, OET കിട്ടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ബെറ്റർ UK ആണ്. പക്ഷെ ഇതാരും പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടില്ല. ഫിനാൻഷ്യലി ബെറ്റർ ആണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് നല്ലത്. കാരണം ഞാനും ഹസ്ബൻഡും തന്നെ ഒരുമിച്ചാണ്. ഞങ്ങൾക്ക് സാലറി കിട്ടിയാലെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. സോ അത് കാരണം ഞങ്ങൾ ഒരാളുടെ മൊത്തമൊന്നും ചിലവായി പോകുന്നില്ല. ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുക എത്ര എക്സ്പെൻസ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരാളുടെ ഞങ്ങൾ മാറ്റി വയ്ക്കും. ചിലപ്പോൾ കുറച്ചുകൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറിയിൽ നിന്ന് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുമായിരിക്കും. എന്നാലും പറയുകയാണെങ്കിൽ ഒരു ലക്ഷമെങ്കിലും, 1 ലക്ഷമല്ല അതിൽ കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാളുടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങളാണെങ്കിൽ ലിമിറ്റ് ചെയ്തൊന്നുമല്ല ഞങ്ങളെ ചിലവ് ചെയ്യുന്നത്. അതായത് പിള്ളേരുള്ളത് കൊണ്ടും പിന്നെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, നമുക്കിപ്പോൾ പൈസ കിട്ടുന്നത് ചുരുക്കി വെച്ചിട്ട് കുറേ സേവ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ച് ബാക്കി വരുന്ന തുക സേവ് ചെയ്യുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. അപ്പം നല്ലതായിട്ട് ജീവിക്കുന്നത്, അതായത് ഒരു ലിമിറ്റായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ വേറൊരു വശമുണ്ട്. ചിലരൊക്കെ പറയുന്ന കേൾക്കാം, ഹസ്ബൻഡിൻ്റെ തുക ഹസ്ബൻഡ് ചിലവാക്കുന്നു, വൈഫിൻ്റെ തുക വൈഫ് ചിലവാക്കുന്നു. എന്നാൽ പോലും നമ്മളിവിടുത്തെ ചിലവുകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത്രയൊന്നും നമുക്ക് പൈസ പോവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം കുറേ പേര് നാട്ടിൽ നിന്ന്, എൻ്റെ ഫ്രണ്ട്സാണെന്നും കുറേ പേര് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അയ്യോ ഇപ്പം UK വന്നു കഴിഞ്ഞാൽ ഒത്തിരി ചിലവാണ്, ഒത്തിരി പൈസ പോകുന്നു, അങ്ങോട്ട് വന്നാൽ നല്ലതാണോ, അതോ ഇപ്പം ഗൾഫ് കൺട്രീസിൽ നിൽക്കുന്നതാണോ നല്ലത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. 2 സ്ഥലവും നല്ലതല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഗൾഫ് കൺട്രീസിൽ ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിച്ചുപൊളിച്ച് അവിടുത്തെ ഫുഡ്, അതൊക്കെ മിസ് ചെയ്യുന്നു. നല്ല ഫുഡ്, നമുക്ക് നല്ലതായിട്ടൊക്കെ ഉള്ള എന്തോ ഒരു പ്രത്യേകത നമ്മുടെ ഗൾഫ് കൺട്രീസിലുണ്ടല്ലോ. അതായത് നമ്മുടെ ആളുകളാണ് എല്ലായിടത്തും. നമുക്ക് നല്ല എന്തോ ഒരു അവിടുത്തെ ആളുകളോട് നമുക്കൊരു പ്രത്യേകിച്ച് ഞാൻ സൗദിയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ സൗദികളോടൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ ഒരു രീതി, അതായത് നമ്മുടെ ഫാമിലി അങ്ങനത്തെ ഒരു രീതിയല്ലേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സൗദി. അവിടുത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. ഇപ്പോൾ ഒരു നേരം ഫുഡ് വെച്ചില്ലെങ്കിൽ പോലും ഹസ്ബൻഡ് വെളിയിൽ പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് നമ്മൾ അടിച്ച് പൊളിച്ച് കഴിച്ച് അങ്ങനെയൊക്കെയായിരുന്നു. പൈസ നമുക്ക് ഒത്തിരി ഇത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നെങ്കിൽ പോലും. പക്ഷേ 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ 2 പേരുടെ നമുക്ക് ഒരുവിധം സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചിലവുകൾ വരുന്നുണ്ട്. പക്ഷെ അത് ആരും പറഞ്ഞൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഇവിടെ വന്നിട്ടാണെങ്കിൽ എല്ലാവരും പറയുന്നു, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ഞങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല. എൻ്റെ ഒപ്പീനിയനാണ്, വേറെ ആരുടെ ഒപ്പീനിയനല്ല. എൻ്റെ ഒപ്പീനിയനിൽ ഞങ്ങളുടെ 3 പിള്ളേരുണ്ട്, ഞങ്ങൾ 2 ഹസ്ബൻഡ് വൈഫും, ഞങ്ങൾ ഫുൾ ഫുഡും ഞങ്ങളിവിടെ വെച്ച് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടിയും ഞങ്ങൾ നന്നായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ബാക്കി ആരുടെയൊക്കെ എനിക്കറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ഇഷ്ടമുള്ളവർ, ആർക്കെങ്കിലും ഇങ്ങോട്ടൊക്കെ UK വരാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട്
അങ്ങോട്ട് വന്നോളാനാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം മറ്റാരുടെയും ഒപ്പീനിയൻ നമ്മൾ തിരക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ മനസ്സിന് എന്താണോ ഇഷ്ടം തോന്നുന്നത് അത് ചെയ്യുക. അല്ലാതെ അയ്യോ അവരങ്ങനെ പറഞ്ഞു, അയ്യോ ഇങ്ങോട്ടൊന്നും വരല്ലേ എന്ന് പറഞ്ഞ് വരാതിരുന്നാൽ നിങ്ങൾക്കേ ഉള്ളൂ നഷ്ടം. ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനുണ്ട്. എനിക്ക് ഗൾഫിലായിരുന്നെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും UK വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അത് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. ഇഷ്ടമുള്ളവർ വരിക, വേറെ ആരുടെയും വാക്ക് കേൾക്കാതിരിക്കുക, ഇഷ്ടമില്ലാത്തവർ വരണ്ട. നമ്മുടെ നാടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നാടെന്ന് പറയുന്നത് നാട് തന്നെയാണ്. അമ്മയോളം വരില്ലോ ആരും. ഇപ്പം പറയത്തില്ലേ ഉപ്പിലിട്ടത് എന്താ പറയുന്നത്, ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതെന്ന് പറയുന്ന പോലെ നമ്മുടെ നാടിനുള്ള എങ്ങും വരില്ല. നമ്മുടെ നാടാണ് ഏറ്റവും ബെറ്റർ. അവിടെ നല്ലതായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് വരരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന എന്താ പറയുന്നത്, നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ല രസമല്ലേ. നമുക്ക് അമ്പലത്തിൽ അതായത് അമ്പലത്തിൽ പള്ളിയിൽ എവിടെയെല്ലാം പോകാം, പിന്നെ നമുക്ക് ഉത്സവങ്ങൾക്ക് പോകാം, പെരുന്നാളിന് പോകാം, റിലേറ്റീവ്സിനെ കാണാം, എല്ലാവരോടും കഥ പറയാം, കല്യാണത്തിന് പോകാം, ഫുഡ് കഴിക്കാം. അങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ എവിടെ പോയാലും മിസ് ചെയ്യും. അതിന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയെന്ന് പറഞ്ഞാലും നാട്ടിനെ പോലെ ഒരിക്കലും വരില്ല. അപ്പം എങ്ങോട്ടെങ്കിലും UK എവിടെയോട്ടെങ്കിലും എനിക്കറിയില്ല കേട്ടോ. UK ഞാൻ. UK വരാനിരിക്കുന്നവരോട് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞെന്നും പറഞ്ഞ് വരാതിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനമാണ് ഇങ്ങോട്ട് വരികയോ വേണ്ട എന്നുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാനിത് പറഞ്ഞത്. സോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. താങ്ക് യു സോ മച്ച്.